എല്ലാവരെയും കുറെ നാൾ വിഡ്ഢികളാക്കി നിലനിർത്താൻ സാധിക്കും. കുറെ പേരെ എന്നും വിഡ്ഢികളാക്കി നിലനിർത്താൻ സാധിക്കും. എന്നാൽ എല്ലാവരെയും എല്ലാ നാളും വിഡ്ഢികളാക്കി നിലനിർത്താൻ സാധിക്കില്ല. അതിന്റെ നേർത്തെളിവാണ് സീ വാട്ടറിന്റെ ഒരു പുതിയ സർവേയുടെ ഫലം കാണിക്കുന്നത്. മോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യം മെച്ചപ്പെടും എന്നുള്ള പ്രതീക്ഷ കൂടുതൽ ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മോദിയുടെ ഭരണം രാജ്യത്തിന് വലിയ ബാധ്യതയാണെന്നാണ് ഈ സർവേയിൽ പങ്കെടുത്ത വലിയ ശതമാനം ആളുകളും പറഞ്ഞത്. ബഡ്ജറ്റിന് മുന്നോടിയായി സീ വാട്ടർ നടത്തിയ ഒരു സർവേയിലാണ് മോദി ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞു എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുന്നത്. മോദിയുടെ കീഴിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടും എന്നുള്ള പ്രതീക്ഷ ആളുകളിൽ അസ്തമിച്ചിരിക്കുകയാണ്. ഇവർ നടത്തിയ ഈ സർവേയിൽ 37% ആളുകളും പറഞ്ഞത് മോദി ഭരണത്തിന് കീഴിൽ സാധാരണ ആളുകളുടെ ജീവിത നിലവാരം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കൂടുതൽ മോശമാവുമെന്ന് ആണ്. 2013 മുതൽ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഇങ്ങനെ പറഞ്ഞ 37% 2013 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഇന്ത്യയിലെ തൊഴിൽ രംഗം നമ്മുടെ യുവാക്കൾക്ക് സാമാന്യ വേതനം നൽകുന്ന ഒരു തൊഴിൽ നൽകാൻ അപര്യാപ്തമാണ്. കൂടുതൽ ആളുകൾ പ്രതീക്ഷ നശിച്ചവരായി മാറുകയാണ്. ഈ സർവേയിൽ പങ്കെടുത്ത 2 പേരും പറഞ്ഞത് വിലക്കയറ്റം യാതൊരു ശമനവുമില്ലാതെ വളരെ ഉയർന്ന തോതിൽ തുടരുകയാണ് എന്നാണ്. മോദിയുടെ കീഴിൽ വിലക്കയറ്റം അതിരൂക്ഷമായി എന്നാണ് ഇവർ അഭിപ്രായപ്പെട്ടത്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യയുടെ ഈ സാമ്പത്തിക വർഷത്തെ വളർച്ച കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 6.4 കുത്തനെ ഇടിയും എന്നാണ് കണക്കാക്കുന്നത്. അതും കള്ളക്കണക്ക് വെച്ചാണ് എന്ന് ഓർക്കണം. അതുപോലെ ഈ സർവേയിൽ പങ്കെടുത്ത പകുതിയോളം പേർ പറഞ്ഞത് അവരുടെ വരുമാനം കഴിഞ്ഞ ഒരു വർഷമായി അല്പം പോലും വർദ്ധിച്ചിട്ടില്ല എന്നാണ്. വിലക്കയറ്റം വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയും വരുമാനം ഇടിയുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ദുരിതം 10 മടങ്ങാവും എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അതുപോലെ 2 ആളുകളും പറഞ്ഞത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതാണ്. ഇതാണ് യാതൊരു കഴിവും പ്രതിബദ്ധതയും ഇല്ലാത്തവരെ ഭരണം ഏൽപ്പിച്ചാൽ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് പോകുകയേ ഉള്ളൂ. ഏതായാലും കൂടുതൽ ആളുകൾ സത്യം മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ ആശാവഹമായ കാര്യമാണ്. കള്ളപ്രചാരണങ്ങൾ കൊണ്ട് അധിക നാൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്.